ഇന്ന് കേട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയെന്ന് പറയുന്നത് ഇന്ത്യയിലെ 5G സ്പെക്ട്രം ലേലത്തിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. നമ്മുടെ ജിയോ ആണ് ലേലം പിടിച്ചിരിക്കുന്നത്. 1.50 ലക്ഷം കോടി രൂപയ്ക്കാണ് ജിയോ 5G സ്പെക്ട്രം ലൈസൻസ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇന്ത്യയിൽ 5Gയിൽ ജിയോ വസന്തം വിരിയാൻ പോവുകയാണെന്നൊക്കെ ചില മാധ്യമങ്ങൾ പറയുകയും റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് സങ്കടത്തോടു കൂടി ഞാൻ മറ്റൊരു കാര്യം ഓർത്തത്. എൻ്റെ BSNL മൊബൈലിലേക്ക് കോളുകളൊന്നും വരുന്നില്ലല്ലോ, വരുന്ന കോളുകളൊക്കെ ഡ്രോപ്പായി പോവാണല്ലോ, കിട്ടുന്നില്ലല്ലോ എന്ന സങ്കടകരമായ വസ്തുതയ്ക്ക് ഇനിയും പരിഹാരം ഉണ്ടാകില്ലല്ലോ എന്നുള്ള വിഷമം. എൻ്റെ വീട് തോന്നയ്ക്കലാണ്. തോന്നയ്ക്കൽ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 400 മീറ്റർ ഉള്ളിലേക്ക് വരുന്ന വാളികോണം എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഈ തോന്നയ്ക്കൽ ജംഗ്ഷനിൽ BSNLൻ്റെ വലിയൊരു ടവറുണ്ട്. ആ ടവറിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് 400 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. കുറച്ച് നാൾ മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു 1-2 വർഷം മുമ്പ് വരെ BSNL ഇവിടെ വളരെ നന്നായിട്ട് കണക്ഷൻ കിട്ടിയിരുന്നു. ഒരു ബ്രേക്കും ഇല്ലാതെ കോളുകൾ കിട്ടുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് 1-1.5 വർഷത്തിനുള്ളിൽ ഈ തൊട്ടടുത്ത് ടവർ ഉണ്ടായിട്ടും BSNLൻ്റെ മൊബൈലിലേക്ക് കോള് വന്നാൽ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാര്യം ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എന്നെ വിളിക്കുന്ന ആൾക്കാർക്ക് കിട്ടില്ല, എനിക്കിവിടെ നിന്ന് ആരെയും വിളിക്കാൻ പറ്റില്ല. ഫോൺ എടുത്ത് നോക്കിയാൽ അതിൽ കാണിക്കുന്നത് ഒരു കട്ടയൊക്കെയാണ് സിഗ്നൽ കാണിക്കുന്നത്. ഞാൻ ആകെപ്പാടെ കൺഫ്യൂഷനായി. ഇത് പല പ്രാവശ്യം പല സ്ഥലത്ത് മാറി യാത്ര ചെയ്യുമ്പോഴൊക്കെ നോക്കുമ്പോൾ ഉൾപ്രദേശങ്ങളിൽ പോലും BSNL കിട്ടാറുണ്ട്. എന്നാൽ നഗരപരിധിയിൽപ്പെട്ട തൊട്ടടുത്ത് ടവറുള്ള എൻ്റെ വീട്ടിൽ BSNL കിട്ടാറില്ല. ഞാൻ മറ്റ് പല സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ പറയുന്നത് BSNL പല സ്ഥലത്തും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെ ഈ BSNLൻ്റെ ഈ ദുരവസ്ഥ, എന്തുകൊണ്ടാണ് BSNL ഇങ്ങനെ സംഭവിക്കുന്നത്, BSNL പൂട്ടിപ്പോകുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ പല ഭാഗത്തു നിന്ന് കേൾക്കുന്നത് കൊണ്ട് BSNLനെ കുറിച്ചൊരു അന്വേഷണം നടത്തി. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നതും BSNLനെ കുറിച്ചാണ്. പലർക്കും BSNL എന്ന് പറയുന്നത് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഗൃഹാതുരത്വം പകരുന്ന ഒരു ഓർമ്മയാണ്. കാര്യം എന്നെപ്പോലൊരാളൊക്കെ വർഷങ്ങൾ കാത്തിരുന്ന് ലാൻഡ് ഫോൺ കണക്ഷൻ കിട്ടിയ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. ഒരുപാട് വർഷം ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഒരുപാട് വർഷങ്ങൾ 2-3 വർഷങ്ങളിൽ കൂടുതൽ കാത്തിരുന്നതിന് ശേഷമാണ് ലാൻഡ് ഫോണിൻ്റെ കണക്ഷൻ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ കിട്ടിയത്. വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ ഗൾഫിലായിരുന്നത് കൊണ്ട് തന്നെ വീട്ടിലൊരു ലാൻഡ് ഫോൺ ഉണ്ടായിരിക്കുക, വല്ലപ്പോഴും അച്ഛൻ അതിലേക്ക് വിളിക്കുക, അതിൽ സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങൾ കുട്ടികളെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് വീട്ടിൽ കിട്ടിയ ഫോൺ സർവീസ് BSNLിലാണ്. ഞങ്ങൾ ഈ ടെലിഫോണിലൂടെ ധാരാളം സംസാരിച്ചിട്ടുള്ളതും BSNL ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നൊസ്റ്റാൾജിയ, ആ ഒരു ഗൃഹാതുരത്വമായിട്ടുള്ള സ്നേഹവും ഇഷ്ടവും ഒക്കെ BSNLിനോട് ഉള്ളത് കൊണ്ട് തന്നെ സെപ്പറേറ്റ് വീട് വെച്ച് കുടുംബമായി താമസിക്കുന്ന സമയത്തും ആദ്യം സ്വന്തമാക്കിയത് BSNLൻ്റെ ഒരു ലാൻ കണക്ഷനാണ്. ഇപ്പോഴും ആ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് വാടക കൊടുത്ത് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ആ ഫോണിൽ നിന്ന് വിളിച്ച് ആ ഫോൺ ഞങ്ങൾ വീട്ടിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഇഷ്ടത്തോടു കൂടി BSNLനെ സ്നേഹത്തോടെ കൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാർ എന്നെപ്പോലുള്ളവരുണ്ടായിരിക്കാം. എന്നിട്ടും BSNL എന്തുകൊണ്ടാണ് ഈ നഷ്ടത്തിലേക്ക് പോകുന്നത് എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ നടത്തിയ കുറേ സ്റ്റഡികൾ, അതിൽ നിന്ന് കിട്ടിയ ഡാറ്റകൾ, BSNLന് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും പെൻഷനായി പോയവരുമായിട്ടുള്ള കുറേ സുഹൃത്തുക്കളുണ്ട്. അവരോടൊക്കെ സംസാരിച്ച് കിട്ടിയ വിവരങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. BSNL എന്ന് പറയുന്നത് ഒരുപാട് ലാഭത്തിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു കമ്പനിയാണ്. 5 വർഷം കൊണ്ട് 50,631 കോടിയാണ് ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് BSNL ഉണ്ടാക്കിയിട്ടുള്ള നഷ്ടം. ഈ കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ 90,000 കോടി രൂപ BSNL നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പോക്ക് കാണുമ്പോൾ എയർ ഇന്ത്യ നടത്തി കുട്ടിച്ചോറാക്കി എയർ ഇന്ത്യയെ വിൽക്കേണ്ടി വന്ന ഒരു അവസ്ഥയിലേക്ക്, സമാനമായിട്ടൊരു അവസ്ഥയിലേക്കാണ് BSNLും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ടെലികോം മേഖല ഇന്ത്യയിൽ തകർന്ന തരിപ്പണമായിട്ടുള്ള ഒരു വ്യവസായമൊന്നുമല്ല. ജിയോ അവസാനം നേടിയെന്ന് പറയുന്ന ലാഭത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് 12,000 കോടി രൂപയാണ്. ഈ 12,000 കോടി രൂപ ജിയോ ലാഭം നേടുന്ന സമയത്താണ് ഈ BSNL നഷ്ടത്തിൻ്റെ കണക്കുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും ആയിരക്കണക്കിന് കോടി രൂപ ലാഭം നേടിയിരുന്ന സമയം BSNLിനും ഉണ്ടായിരുന്നു. 2001 മുതൽ 2018 വരെയുള്ള ഈ വർഷക്കാലയളവ് ലാഭവും നഷ്ടവും സമ്മിശ്രമായിട്ട് അനുഭവിച്ച BSNL വർഷങ്ങളാണ്. ഇത്രയും ലാഭവും നഷ്ടവും ഇടകലർന്ന് വന്നിട്ടും മൊത്തം കൂട്ടിയെടുക്കുമ്പോൾ 46,000 കോടി രൂപ BSNLന് ലാഭമായിരുന്നു എന്നുള്ളതാണ് വസ്തുത.
അതെന്ന് പറയുന്നത്, ഈ തുകയെന്ന് പറയുന്നത് BSNLന്റെ തൊട്ടടുത്ത എതിരാളികളായ ഏറ്റവും വലിയ 3 സ്വകാര്യ ടെലികോം കമ്പനികൾ നേടിയ ലാഭത്തേക്കാൾ കൂടുതലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. BSNLന്റെ ഏറ്റവും വലിയ വിജയ രഹസ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിജയത്തിന് കാരണമെന്ന് പറയുന്നത് അതിലെ ഉപഭോക്താക്കളുടെ അടിത്തറയാണ്. ഇന്ത്യയിലെ ഗ്രാമങ്ങൾ മുഴുവൻ കർഷകർക്കിടയിൽ, എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും BSNLന് പ്രാതിനിധ്യം ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇന്ത്യയിലെ 70% ടെലികോം ബിസിനസ്സും നിയന്ത്രിച്ചിരുന്നത് BSNL ആയിരുന്നു. ഈ 70% ടെലികോം ബിസിനസ് നിയന്ത്രിക്കുന്ന ഈ BSNL ശരിക്കും ഇന്ത്യൻ ടെലികമ്മ്യൂണിക്കേഷന്റെ നട്ടെല്ലായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. ആ അവസ്ഥയിൽ നിന്നാണ് BSNL പടിപ്പടിയായിട്ട് താഴോട്ടിറങ്ങി ഇപ്പോൾ എല്ലാ വർഷങ്ങളിലും തുടർച്ചയായിട്ട് നഷ്ടങ്ങൾ മാത്രം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ട് അധപ്പതിച്ചു കഴിഞ്ഞത്. ഈ ഒരു സാഹചര്യത്തിൽ ശരിക്കും BSNLന് എന്താണ് സംഭവിച്ചത്? BSNLന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണക്കാരാരൊക്കെയാണ്? സർക്കാരാണോ? സ്വകാര്യ കുത്തക ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികളുടെ കടന്നു കയറ്റമാണോ BSNLനെ തകർത്ത് തരിപ്പണമാക്കിയത് എന്നൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് നന്നായിരിക്കും. നമുക്ക് ആ വഴിക്ക് ആദ്യം നീങ്ങാം. BSNL പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ത്യ പോലെയുള്ള ജനാധിപത്യ രാജ്യത്ത് നിലനിൽക്കേണ്ടത് ഇന്ത്യയിലെ ജനങ്ങളുടെ ആവശ്യമാണ്, അത്യാവശ്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങളിൽ അല്ലെങ്കിൽ സാധാരണക്കാർക്കിടയിൽ, പാവപ്പെട്ടവർക്കിടയിലൊക്കെ ജിയോ, എയർടെൽ തുടങ്ങിയ സ്വകാര്യ കുത്തക കമ്പനികൾ അവരുടെ കച്ചവടം വികസിപ്പിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് പോകുമ്പോൾ അവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് അവർ മുടക്കുന്ന കാശിന് കൃത്യമായിട്ട് ലാഭം കിട്ടുമോ എന്നുള്ള കാര്യം മാത്രമാണ്. ഒരു വിദൂര ഗ്രാമത്തിൽ 100-150 കർഷകർ അല്ലെങ്കിൽ കർഷക കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു ഗ്രാമത്തിൽ പോയിട്ട് ഒരു സ്വകാര്യ കുത്തക കമ്പനികളും ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ സ്ഥാപിച്ച് അവിടെ ഈ മൊബൈൽ സേവനമോ ഇന്റർനെറ്റ് സേവനമോ കൊടുക്കാൻ തയ്യാറാകില്ല. കാര്യം അവർ മുടക്കുന്ന കാശിന് ലാഭം കിട്ടില്ല, ചിലപ്പോൾ മുടക്കുമുതൽ പോലും തിരിച്ചു കിട്ടില്ല എന്ന് അവർക്കറിയാം. എന്നാൽ BSNL എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം ഇത്തരം ഗ്രാമങ്ങളിലെല്ലാം തന്നെ പോകുകയും അവിടെയെല്ലാം എത്ര രൂപ ചെലവായാലും ഈ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യും. കാര്യം സ്വകാര്യ കുത്തക മുതലാളിമാർക്ക് ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറയുന്നത് വെറും ഉപഭോക്താക്കൾ മാത്രമാണ്. എന്നാൽ BSNL എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യൻ പൗരന്മാരെന്ന് പറയുന്നത്, അവരുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് BSNL പോലുള്ള പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് കണക്കാക്കുന്ന കമ്പനിയാണ്. ആ തരത്തിൽ നോക്കുമ്പോൾ വളരെ അപകടകരമായ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ കണക്ഷൻ കൊണ്ടെത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലോ ഒന്നും ഈ സ്വകാര്യ സ്ഥാപനങ്ങൾ അവിടേക്ക് പോകാനായിട്ട് മെനക്കെടാറില്ല. ആ സമയത്തെല്ലാം തന്നെ കൃത്യമായിട്ട് സർക്കാരിൻ്റെ നിർദ്ദേശം മാനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടോ ഒക്കെ BSNL അത്തരം സ്ഥലങ്ങളിലേക്ക് എല്ലാം കടന്നു ചെല്ലുകയും അവിടെ സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അവിടെ ടവറുകൾ നിർമ്മിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ കൊടുക്കുകയും ചെയ്യും. ലഡാക്ക് പോലെയുള്ള അപകടകരമായ വളരെ വിദൂരമായ ഒരു പ്രദേശത്തൊക്കെ പോയിട്ട് കണക്ഷൻ കൊടുക്കാനും സേവനം കൊടുക്കാനും BSNL പോലുള്ള ഒരു BSNL പോലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് കഴിയുന്നത്. അതുമാത്രമല്ല, നമ്മുടെ രാജ്യത്തെ ഈ മൊബൈൽ സേവനങ്ങളുടെ നിരക്കുകളിലെയും ഇന്റർനെറ്റ് സേവനങ്ങളുടെ നിരക്കുകളെയും ഒക്കെ പിടിച്ചു നിർത്തണമെങ്കിലും BSNL പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വേണം. ഇപ്പോൾ BSNL നിലനിൽക്കുന്ന സമയത്ത് എയർടെല്ലോ ജിയോ ഒക്കെ ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഒറ്റയടിക്ക് ഈ മൊബൈൽ സേവനങ്ങളുടെയോ ഇന്റർനെറ്റ് സേവനങ്ങളുടെയോ ഒക്കെ വില വളരെ ക്രമാതീതമായി വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപഭോക്താക്കൾ അടുത്ത ഓൾട്ടർനേറ്റീവ് നോക്കും. BSNL പോലുള്ള ഒരു സ്ഥാപനം അവിടെ നിലവിലുണ്ടെങ്കിൽ BSNLന് കുറഞ്ഞ ചിലവിൽ ജനങ്ങൾക്ക് ലാഭകരമായ രീതിയിൽ ചെറിയ ലാഭം എടുത്തുകൊണ്ട് അവർക്ക് സേവനം നൽകാൻ കഴിയും. അങ്ങനെ BSNL സേവനം നൽകുമ്പോൾ ഒരിക്കലും ജനങ്ങൾ എയർടെല്ലിന്റെ പുറകെയോ ജിയോയുടെ പുറകിലോ പോവുകയില്ല, BSNLന്റെ കൂടെ തന്നെ നിൽക്കും. ആ സാഹചര്യത്തിൽ ഒരിക്കലും ഈ എയർടെല്ലോ ജിയോയോ ജനങ്ങളെ പറ്റിക്കുന്ന തരത്തിലുള്ള അമിതമായ നിരക്ക് വർധനകളിലേക്ക് പോവുകയും ചെയ്യില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുകയോ ഒരു യുദ്ധം ഉണ്ടാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്തരം അടിയന്തര സാഹചര്യങ്ങളെ നേരിടുവാനുള്ള ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ട് സർക്കാരിന് സമീപിക്കാൻ കഴിയുന്നത് BSNL പോലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തെയാണ്. സ്വകാര്യ സംരംഭകരോ സ്വകാര്യ കുത്തക കമ്പനികളോ ഒന്നും ഒരിക്കലും ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ സർക്കാരിന് സഹായിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അവർക്ക് നഷ്ടം വരുത്തിക്കൊണ്ടുള്ള പ്രവർത്തനത്തിന് നിൽക്കില്ല.
എന്നാൽ BSNL ഇത്തരം അടിയന്തര ഘട്ടങ്ങളിലൊക്കെ ഇടപെടുകയും രാജ്യത്തിൻ്റെ സുരക്ഷയും പൗരന്മാരുടെ നല്ല ജീവിതവും ലക്ഷ്യം കണ്ടുകൊണ്ട് അവരുടെ പ്രവർത്തനം നടത്തുകയും ചെയ്യും. സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് BSNL നഷ്ടം വരാം. എന്നിരുന്നാൽ കൂടി രാജ്യത്തെ ടെലികോം സേവനങ്ങളുടെ 70% സ്വന്തമുണ്ടായിരുന്ന കമ്പനിക്ക് പടിപടിയായി നഷ്ടത്തിലേക്ക് വീഴാനുള്ള കാരണങ്ങൾ മറ്റു പലതുമായിരുന്നു എന്നുള്ളതാണ് ശരിക്കുമുള്ള വസ്തുത. നമുക്ക് ഈ BSNLൻ്റെ ലാഭത്തിൻ്റെ കണക്കിൽ നിന്ന് BSNL നഷ്ടത്തിലേക്ക് കൂപ്പുകുത്താൻ തുടങ്ങിയത് എങ്ങനെയാണ് എന്നാണ് ആദ്യം പരിശോധിച്ച് നോക്കേണ്ടത്. 2000കളിലൊക്കെ BSNL ഇന്ത്യയിലെ ടെലികമ്മ്യൂണിക്കേഷൻ രംഗം അടക്കി വാഴുന്ന കാലഘട്ടമായിരുന്നു. ഇന്ത്യയുടെ മുക്കിലും മൂലയിലുമൊക്കെ 2G സർവീസ് കൊണ്ടെത്തിച്ചത് BSNL ആണ്. 2003 മുതൽ 2005 വരെയൊക്കെ ഇന്ത്യയിൽ നിന്ന് വർഷം തോറും 10,000 കോടി രൂപയുടെ ലാഭമാണ് BSNL നേടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ 2005 ശേഷം ക്രമാതീതമായിട്ട് 2007 മുതലാണ്, ശരിക്കും പറഞ്ഞാൽ 2007-2008 കാലഘട്ടം മുതലാണ് ശരിക്ക് BSNLന് ഒരു വലിയ തകർച്ച നേരിട്ട് തുടങ്ങിയത് എന്ന് പറയുന്നതാണ് സത്യം. ഇങ്ങനൊരു തകർച്ച നേരിടുവാനുള്ള കാരണമെന്ന് പറയുന്നത് കേന്ദ്ര മന്ത്രിസഭയും കേന്ദ്ര മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്ന ചില മന്ത്രിമാരുമായിരുന്നു. അന്ന് വരെ BSNL സ്വയം ഭരണ അവകാശമുള്ള സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുമായിരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമായിരുന്നു. ദയാനിധി മാരൻ എന്ന് പറയുന്ന ഒരു മന്ത്രി കേന്ദ്രത്തിലെ ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രിയായി മാറിയതോടു കൂടിയാണ് ശരിക്ക് പറഞ്ഞ BSNLൻ്റെ നല്ല ജീവിതത്തിൽ കല്ലുകടി തുടങ്ങിയത് എന്ന് പറയേണ്ടി വരും. കേന്ദ്രമന്ത്രിയായിരുന്ന ദയാനിധി മാരൻ അദ്ദേഹത്തിൻ്റെ മദ്രാസിലുള്ള സ്വന്തം വീട്ടിൽ BSNLൻ്റെ അതിവേഗതയുള്ള 700 കണക്ഷനുകൾ സ്ഥാപിച്ച് ഒരു സ്വകാര്യ എക്സ്ചേഞ്ച് പ്രവർത്തിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സൺ TV നെറ്റ്വർക്കിൻ്റെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നാണ് CBI കണ്ടെത്തിയത്. കേസും വഴക്കും പ്രശ്നങ്ങളുമൊക്കെ ആയതോടു കൂടി തന്നെ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരികയും 2007 A രാജ എന്ന് പറയുന്ന മറ്റൊരാൾ ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രിയായിട്ട് അധികാരം ഏറ്റെടുക്കുകയും ചെയ്തു. രാജ്യത്തിൻ്റെ പൊതുമേഖലയെ കൊള്ളയടിച്ച് രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ഒരു കേന്ദ്രമന്ത്രി പെരുമാറിയതാണ് BSNLൻ്റെ പതനത്തിലെ ആദ്യത്തെ ആണി അടിച്ചത് എന്നുള്ളതാണ് വസ്തുത. ഈ A രാജ മന്ത്രിയായി വന്നതോടുകൂടി ആ സമയത്ത് BSNL വളരെ വലിയ ഒരു വികസന പദ്ധതി കൂടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വൈമാക്സ് എന്ന പേരിൽ ഒരു വയർലെസ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ രാജ്യം മുഴുവൻ നൽകി വയർലെസ് ആയിട്ട് രാജ്യം മുഴുവൻ ഇൻ്റർനെറ്റ് കണക്ഷൻ എത്തിക്കുക എന്നുള്ള ഒരു പദ്ധതിയുടെ വിപുലമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റുമായി BSNL മുന്നോട്ട് പോവുകയായിരുന്നു. ഈ പ്രോജക്റ്റാണ് രാജ്യം കണ്ട ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലെ ഏറ്റവും വലിയ ഏറ്റവും ആദ്യത്തെ അഴിമതിയുടെ കഥ പുറത്തു കൊണ്ടുവന്നത്. അത് നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള 2G സ്കാം എന്ന് പറയുന്ന അഴിമതിയുടെ ചരിത്രം എന്ന് പറയുന്നത് അതാണ്. ഈ അഴിമതി എന്ന് പറയുന്നത് ഈ വൈമാക്സ് എന്ന് പറയുന്ന ഇൻ്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ BSNL ടെൻഡർ വിളിച്ചിട്ടാണ് പ്രോജക്റ്റ് ഡിസ്കസ് ചെയ്യുകയും കോൺട്രാക്റ്റ് കൊടുക്കുകയൊക്കെ ചെയ്തത്. ശരിക്ക് പറഞ്ഞാൽ ഇത് കേന്ദ്ര സർക്കാർ ഇടപെട്ട് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് മനസ്സിലായത് A രാജയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു വലിയ അഴിമതിയിലൂടെ ശരിക്ക് ക്വാളിഫൈ ചെയ്ത വലിയ വലിയ കോൺട്രാക്ടർമാരെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഇവർക്ക് കൂടുതൽ കമ്മീഷൻ കൊടുക്കാം എന്ന് പറഞ്ഞ കോൺട്രാക്ടർമാർക്ക് ഈ പ്രോജക്റ്റുകൾ അനുവദിച്ചു കൊടുത്തു എന്നുള്ള കാര്യം. ഇതോടുകൂടി A രാജയ്ക്കെതിരെയും കേസുകൾ ഉണ്ടാവുകയും A രാജ പ്രധാനമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ വലിയ പരിപാടികളൊക്കെ നടത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ CBI അന്വേഷണത്തിലൂടെ പുറത്തു വരികയൊക്കെ ചെയ്തതോടുകൂടി ഈ പദ്ധതിയും അവതാളത്തിലായി. ഈ പദ്ധതി അവതാളത്തിലാവുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2007 മുതൽ 2010 വരെ നമ്മുടെ രാജ്യത്ത് ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ വിപ്ലവം നടന്ന സമയമാണ്. ഈ സമയത്താണ് BSNLും അതിനോടൊപ്പം സഞ്ചരിക്കാനുള്ള ശ്രമം നടത്തിയതും ഈ അഴിമതികളെ തുടർന്ന് ഈ കേന്ദ്രമന്ത്രിമാർ നടത്തിയ വലിയ അഴിമതികളെ തുടർന്ന് BSNL താഴെ വീഴുകയും സ്വകാര്യ കമ്പനികൾ ഈ മേഖലയിൽ വളരെ ഉയരത്തിലേക്ക് കയറി പോവുകയും ചെയ്തത്. ഏകദേശം BSNL തകർന്ന് തരിപ്പണമായി സ്വകാര്യ കമ്പനികൾ മൊത്തം രംഗം കീഴടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് BSNL മറ്റൊരു പുതിയ പദ്ധതിയുമായിട്ട് രംഗത്ത് വന്നു. അത് രാജ്യത്ത് മുഴുവനായിട്ട് 93 ലക്ഷം GSM കണക്ഷൻ നൽകുന്ന ഒരു പദ്ധതിയാണ്.
ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങളിൽ മുഴുവൻ റൂറൽ ഇന്ത്യ മുഴുവൻ ഈ ജനങ്ങൾക്ക് 93 ലക്ഷം പേർക്ക് GSM കണക്ഷൻ എത്തിക്കുക എന്നുള്ള വിപുലമായ ഒരു പദ്ധതി. ശരിക്കും പറഞ്ഞാൽ ലോകത്ത് അന്ന് വരെ ഇത്രയും വലിയ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ പ്രോജക്റ്റ് നടന്നിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് BSNL വളരെ വേഗത്തിൽ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയും കോൺട്രാക്റ്റുകൾ കൊടുത്ത ഇൻസ്റ്റലേഷനും പുതിയ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള വികസനങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് സെൻട്രൽ വിജിലൻസ് ടീം ഈ വിഷയത്തിൽ ചെറിയൊരു അന്വേഷണം നടത്തുകയും ഇതിനുള്ളിൽ എന്തൊക്കെയോ അഴിമതികൾ ഉണ്ടെന്ന് ബോധ്യമാവുകയും ചെയ്തു. അതോടുകൂടി കേന്ദ്ര സർക്കാരിൻ്റെ അനുവാദത്തോടു കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള അന്വേഷണം നടത്തുകയും ഇവിടെയും സംഭവിച്ചത് യോഗ്യരായിട്ടുള്ള കോൺട്രാക്ടർമാരെ പുറത്ത് നിർത്തിക്കൊണ്ട് ശരിക്ക് യോഗ്യതയില്ലാത്ത അത് അല്ലെങ്കിൽ BSNLന് ലാഭമുണ്ടാകാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള കോൺട്രാക്ടർമാർക്ക് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട കോൺട്രാക്റ്റുകൾ കൊടുത്തിരിക്കുകയാണെന്നുള്ള കാര്യം സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ കണ്ടുപിടിച്ചു. അതോടുകൂടി $10 ബില്യൺ ഈ പദ്ധതി ക്യാൻസൽ ആവുകയും BSNL സ്വപ്നം കണ്ട വികസനം അല്ലെങ്കിൽ BSNLന്റെ തിരിച്ചു വരവ് അവസാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത. ചുരുക്കി പറഞ്ഞാൽ 3000 കോടി രൂപയൊക്കെ വർഷം ലാഭം ഉണ്ടാക്കിയിരുന്ന BSNL ഒറ്റയടിക്ക് 1800 കോടി രൂപയൊക്കെ വർഷത്തിൽ നഷ്ടമുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് ചെന്ന് വീണു എന്ന് പറയുന്നതാണ് ശരി. ഇതിനോടൊപ്പം തന്നെ 3Gയും 4Gയും ഒക്കെ വന്നു തുടങ്ങുകയും ലോകം മുഴുവൻ മൊബൈൽ വിപ്ലവം സംഭവിക്കുകയും ഇന്ത്യയിലും ഈ മൊബൈൽ വിപ്ലവം ആഞ്ഞടിക്കുകയും ചെയ്തു. അതോടുകൂടി BSNLന്റെ ലാൻഡ് ലൈനിലുള്ള കുത്തക അവസാനിച്ചു. നമ്മുടെ രാജ്യത്തെ 70% പ്രദേശങ്ങളിലും BSNLന്റെ ലാൻഡ് ഫോണുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ലാൻഡ് ഫോണുകളൊക്കെ ആൾക്കാർ ഉപേക്ഷിച്ച് മൊബൈലിലേക്ക് കൂട്ടത്തോടെ പോകാൻ തുടങ്ങി. 2016 2018 കാലഘട്ടത്തിലൊക്കെ 24 ലക്ഷം ഉപഭോക്താക്കളാണ്, ലാൻഡ് ഫോൺ ഉപഭോക്താക്കളാണ് ഒറ്റയടിക്ക് BSNLന് ഉപേക്ഷിച്ച് പോയത്. 2020 ജൂലൈയിൽ മാത്രം 16 ലക്ഷം ആൾക്കാർ ലാൻഡ് ഫോൺ കണക്ഷൻ BSNLന്റെ ലാൻഡ് ഫോൺ കണക്ഷൻ ഉപേക്ഷിച്ചു എന്നാണ് കണക്ക്. ഇത്രയൊക്കെ നടന്ന് കാര്യങ്ങൾ വളരെ അവതാളത്തിൽ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് ജിയോ ഒരു പുതിയ പദ്ധതിയുമായിട്ട് ഈ ഉപഭോക്താക്കൾക്കിടയിലേക്ക് അവതരിച്ചത്. സൗജന്യ ഡാറ്റയും സൗജന്യ ടോക്ക് ടൈമൊക്കെ കൊടുത്ത് ജിയോ ഒരു മൊബൈൽ ടെലികമ്മ്യൂണിക്കേഷൻ വിപ്ലവം തന്നെ രാജ്യത്ത് നടത്തി. ഈ ഉപഭോക്താക്കൾ മുഴുവൻ ഒറ്റയടിക്ക് ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളാണ് ജിയോയിലേക്ക് ചേക്കേറിയത്. വർഷങ്ങൾ കൊണ്ട് 5 ലക്ഷവും 10 ലക്ഷവും 20 ലക്ഷവും 40 ലക്ഷവും ഒക്കെ ആയിട്ട് ആൾക്കാർ ജിയോയിലേക്ക് കുത്തൊഴുക്കായിരുന്നു എന്നുള്ളതാണ് ശരി. ലാൻഡ് ഫോണിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വലിയ നഷ്ടത്തിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന BSNLന് ഇതൊരു വലിയ അടിയായി എന്നുള്ളതാണ് സത്യം. മാത്രമല്ല അന്ന് 4G കണക്ഷൻ 4G നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് BSNL ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഭാരത സർക്കാർ ഇന്ത്യ ഗവൺമെൻറ് BSNLന് 4G സ്പെക്ട്രം നൽകാൻ തയ്യാറായില്ല എന്നൊരു വസ്തുത കൂടിയുണ്ട്. 4G സ്പെക്ട്രം സ്വന്തമാക്കിയ കമ്പനികൾ, പ്രത്യേകിച്ച് ജിയോ പോലുള്ള കമ്പനികൾ രാജ്യം മുഴുവൻ മികച്ച സേവനം നൽകുകയും ജനങ്ങൾക്ക് സൗജന്യമായിട്ട് ഡാറ്റയും കോളും ഒക്കെ ചെയ്യാനുള്ള അവസരം നൽകുകയൊക്കെ ചെയ്തതോടുകൂടി പഴഞ്ചൻ സർവീസും പഴഞ്ചൻ ഉപകരണങ്ങളുമായിട്ട് ഈ BSNL തറയിൽ നിന്ന് എണീക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൂസ്വത്ത് എന്ന് പറഞ്ഞാൽ ഓഫീസുകളും ഈ ടവറുകൾ സ്ഥാപിച്ച സ്ഥലങ്ങളും എല്ലാ സൗകര്യങ്ങളും സ്വന്തമായിട്ടുള്ളത് BSNLനാണ്. എന്നാൽ ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സ്വകാര്യ കമ്പനികൾ ഈവൻ BSNLന്റെ ടവറുകളിൽ തന്നെ ലീസിനെടുത്ത് അവരുടെ ഉപകരണങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് BSNLന്റെ തന്നെ ഉപഭോക്താക്കളെ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ് സത്യം. അവിടെ നിന്ന് BSNL കരകയറാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാരുമായി നിരന്തരം നടത്തിയ ചർച്ചകൾക്കൊടുവിൽ 2021 ഈ 4G സ്പെക്ട്രം ലൈസൻസ് BSNLന് കിട്ടിയിട്ടുണ്ട്. 2022 സെപ്റ്റംബറോടുകൂടി രാജ്യം മുഴുവൻ ഈ 4G നെറ്റ്വർക്കിൻ്റെ കീഴിലാക്കാൻ BSNLന്റെ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള വലിയ വിപുലമായ പദ്ധതികളൊക്കെ വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുകയാണ്. ആ വാർത്ത സന്തോഷത്തോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഇന്ന് 5G സ്പെക്ട്രം ലൈസൻസ് 1.50 ലക്ഷം കോടി രൂപയ്ക്ക് ജിയോ സ്വന്തമാക്കിയ വാർത്ത പുറത്തു വരുന്നത്. BSNL ഇപ്പോഴും പിന്നിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. മുന്നിൽ ഓടുന്നവരൊന്നും ഒട്ടും മോശക്കാരുമല്ല. അവർ പുതിയ ലൈസൻസും
കൂടിയ സേവനങ്ങളും കൂടിയ വേഗതയിലുള്ള കണക്ഷനൊക്കെയുമായിട്ട് ഇത്രയും മുന്നിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ BSNLന് എത്ര കാലം ഇവർക്ക് പിന്നിൽ ഓടി നിൽക്കാൻ കഴിയും എന്നുള്ളത് വളരെ വലിയ ഒരു ചോദ്യമാണ്. നമ്മുടെ രാജ്യത്ത് ആർജവമുള്ളൊരു സർക്കാരും BSNLനെ രക്ഷിച്ചേ അടങ്ങൂ എന്ന് ചിന്തിക്കുന്ന കുറേ ഉദ്യോഗസ്ഥരുമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ആയിരങ്ങളുടെയും പതിനായിരങ്ങളുടെയും കോടികളുടെ നേട്ടത്തിലേക്ക് ലാഭത്തിലേക്ക് BSNL തിരികെ വരിക തന്നെ ചെയ്യും. കാര്യം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ, നമ്മൾ ഇന്ത്യക്കാരൊക്കെ ടെലികോം മേഖല പരിചയപ്പെട്ടത്, ടെലഫോണിൽ സംസാരിച്ച് ശീലിച്ചത്, മൊബൈൽ ഫോൺ കൂടുതലായി ഉപയോഗിച്ചത് ഒക്കെ BSNLലൂടെയാണ്. BSNL എന്ന് പറയുന്നത് ഇന്ത്യക്കാരന് ഒരു വികാരമാണ്. BSNLനെ ഇന്ത്യക്കാരൻ കൊണ്ടു നടക്കുന്നത് തലച്ചോറിലല്ല, ഹൃദയത്തിലാണ്. ഒരു സർക്കാർ ഒരു തീരുമാനമെടുത്ത് BSNLനെ നേർവഴിക്ക് നടത്താൻ ഒരു ശ്രമം നടത്തി 5G സ്പെക്ട്രം പോലുള്ള ലൈസൻസുകൾ BSNLന് കൊടുത്ത് ഒരു വികസന പ്രവർത്തനവുമായി മുന്നോട്ട് വന്നാൽ തീർച്ചയായിട്ടും 10,000 കോടി രൂപ ലാഭമുണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായിട്ട് BSNL തിരിച്ചു വരിക തന്നെ ചെയ്യും. ഓരോ ഇന്ത്യക്കാരും അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇവിടുത്തെ സർക്കാരുകൾ തിരിച്ചറിയട്ടെ. ഞാൻ തീർച്ചയായിട്ടും BSNLന്റെ ആരാധകനാണ്. BSNL ശക്തമായി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. BSNLന് വളരെ വലിയൊരു മടങ്ങി വരവ് സാധ്യമാകട്ടെ. BSNL ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്വത്തായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു.